കൂവപ്പടി പഞ്ചായത്തിൽ 2023-24 പദ്ധതിയിൽപ്പെടുത്തി നടപ്പിലാക്കിയ സമഗ്ര കേര സംരക്ഷണ പദ്ധതി പാളി. പഞ്ചായത്തിലെ മുഴുവൻ തെങ്ങുകളുടെയും തല വൃത്തിയാക്കി എല്ലാ മടലുകളുടെ ഉള്ളിലും മരുന്നൊഴിക്കുന്നതായിരുന്നു പദ്ധതി. എന്നാൽ കർഷകനെ മരുന്നിന്റെ അളവ് ബോധ്യപ്പെടുത്തുകയോ കൃത്യമായി ഒഴിക്കുകയോ ചെയ്തിട്ടില്ല. ഒരു ബക്കറ്റിൽ കൂട്ടിയ മരുന്നുമായി വന്ന കൂമിൽ നേരിട്ട് ഒഴിക്കുകയായിരുന്നു. പദ്ധതി നടപ്പിലാക്കിയപ്പോൾ തന്നെ കർഷകരിൽ നിന്നും പരാതി ഉയർന്നെങ്കിലും അത് പഞ്ചായത്ത് അധികൃതരോ കൃഷിവകുപ്പോ കാര്യമായി എടുത്തില്ല. മരുന്ന് പ്രയോഗത്തിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോഴേക്കും തെങ്ങുകൾക്ക് കൂമ്പുചീയലും ചില്ലികുത്തലും വ്യാപകമായി. തെങ്ങ് കേരള നാട്ടിൽ ഒരുപക്ഷെ ചമ്മന്തിക്ക് പോലും തേങ്ങയില്ലാത്ത അവസ്ഥയിലേക്കാണ് മാറിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാരും വിവിധ പദ്ധതികളിൽപ്പെടുത്തി കേര സംരക്ഷണ പദ്ധതി കൂവപ്പടി പഞ്ചായത്തിൽ നടപ്പിലാക്കിയെങ്കിലും ആ പദ്ധതിയും അനാസ്ഥയുടെയും കെടുകാര്യസ്ഥതയുടെയും അതോടൊപ്പം തന്നെ അഴിമതിയുടെയും രൂപമായി മാറി. 2 പ്രാവശ്യം കൂവപ്പടി പഞ്ചായത്തിനെ കേര സംരക്ഷണ പദ്ധതിയിൽപ്പെടുത്തി എല്ലാ തെങ്ങുകൾക്കും നന്നാക്കി മരുന്നൊഴിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കിയിരുന്നെങ്കിൽ പോലും മരുന്നൊഴിച്ച് 3 മാസവും 4 മാസവും ഒക്കെ കഴിയുമ്പോഴേക്കും ആ തെങ്ങിന് അവർ പറയുന്ന എന്തിനെയൊക്കെ പ്രതിരോധിക്കാം എന്ന് പറയുന്നോ ആ രോഗങ്ങൾ വന്ന് തന്നെ നശിച്ചുകൊണ്ടിരിക്കുക. 6 മാസം മുമ്പ് 2023-24 പദ്ധതിയിൽപ്പെടുത്തി കൂവപ്പടി പഞ്ചായത്തിലെ കേര സംരക്ഷണ പദ്ധതി വീണ്ടും നടപ്പിലാക്കിയെങ്കിലും ഇവിടുത്തെ തെങ്ങുകൾ വ്യാപകമായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് 10 വർഷത്തിൽ താഴെയുള്ള തൈക്കളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. കായ്ഫലം തുടങ്ങുന്ന സമയത്ത് തന്നെ നമ്മൾ അറിയുക പോലുമില്ല. തെങ്ങ് ഒരുപക്ഷെ ഒടിഞ്ഞു കാണുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതോടൊപ്പം തന്നെ കൂമ്പ് ചെയ്യലും വ്യാപകമായി വന്നുകൊണ്ടിരിക്കുന്നു. പരാതിയുമായി കർഷകർ എത്തിയപ്പോൾ പ്രദേശത്തെ എല്ലാ തെങ്ങുകൾക്കും ഒരുമിച്ച് മരുന്ന് പ്രയോഗം നടത്തിയാൽ മാത്രമാണ് രോഗം മാറുകയുള്ളൂ എന്ന വിചിത്രമായ മറുപടിയാണ് കൃഷി ഓഫീസർ നൽകിയത് എന്ന് കർഷകർ പറയുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കൃഷി ഓഫീസറുമായി സംസാരിച്ചപ്പോൾ മൊത്തത്തിൽ ഈ പ്രദേശം മുഴുവൻ അടുത്തതായിട്ട് മരുന്ന് പ്രയോഗം നടത്തിയാൽ, വ്യാപകമായ മരുന്ന് പ്രയോഗം നടത്തിയാൽ മാത്രമാണ് ഇതിന് പരിഹാരമുണ്ടാകുക എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ 6 മാസം മുമ്പും ഈ മരുന്ന് പ്രയോഗം ഇവിടെ നടത്തിയതാണെന്ന് അദ്ദേഹത്തെ അറിയിച്ചപ്പോൾ അതൊന്നും എനിക്കറിയില്ല, ഞാൻ പുതിയ ആളാണെന്നുള്ള മറുപടിയിലാണ് ഉദ്ദേശിച്ചത്. എന്തെങ്കിലും മരുന്ന് പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ മരുന്ന് ചെയ്തിട്ട് കാര്യമില്ല ചേട്ടാ എന്നാണ് പറഞ്ഞത്. ഇതാണ് ഇവിടുത്തെ അവസ്ഥാവിശേഷം. മരുന്ന് പ്രയോഗിച്ചിട്ട് 6 മാസമായില്ലെന്ന് പറഞ്ഞപ്പോൾ അതൊന്നും അറിയില്ലെന്നും താൻ പുതിയ ആളാണെന്നും പറഞ്ഞ കൃഷി ഓഫീസർ കൈയൊഴിഞ്ഞുവെന്നും കർഷകർ കൂട്ടിച്ചേർത്തു. Bobby Chamanur International Jeweler.